അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഭീകരവാദത്തെ നേരിടുന്നതിന്റെ ഭാഗമായി 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്താണ് ഈ നീക്കം, എന്തിനാണ് ട്രംപ് ഇങ്ങനെ ചെയ്തത് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒന്നായിരുന്നു ഈ യാത്രാവിലക്ക്. അന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കത്തെ മുസ്ലിം നിരോധനം എന്ന് പോലും പലരും വിശേഷിപ്പിച്ചു. ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോൾ ഈ വിലക്കുകൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് താൻ സമാനമായ നയങ്ങൾ നടപ്പാക്കുമെന്ന് മുൻപേ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഈ പുതിയ ഉത്തരവിലൂടെ. യാത്രാവിലക്ക് നേരിടുന്ന 12 രാജ്യങ്ങൾ ഇവയാണ്: അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗിനിയ, എറിട്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ. ഇതുകൂടാതെ മറ്റ് 7 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗികമായ യാത്രാ നിയന്ത്രണങ്ങളും ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ഈ കടുത്ത നിലപാടിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ദേശീയ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണെന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. അടുത്തിടെ കൊളറാഡോയിൽ നടന്ന ഒരു ആക്രമണം പോലും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്ന വിദേശ പൗരന്മാർ രാജ്യത്തിന് ഭീഷണിയാണെന്നും ശരിയായ പരിശോധനകളില്ലാതെ ആരും രാജ്യത്തേക്ക് കടക്കുന്നത് തടയണമെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പരിശോധനാ സംവിധാനങ്ങളില്ല എന്നതാണ്. പല രാജ്യങ്ങൾക്കും ശരിയായ പാസ്പോർട്ട് സംവിധാനങ്ങളോ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അമേരിക്കയുമായി പങ്കുവെക്കാനുമുള്ള കഴിവോ ഇല്ലത്രേ. ഇത് രാജ്യത്തേക്ക് വരുന്നവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അടുത്തത് തീവ്രവാദ ബന്ധമാണ്. ഈ രാജ്യങ്ങളിൽ ചിലതിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ അവിടെ തീവ്രവാദികളുടെ സാന്നിധ്യം കൂടുതലാണെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ട്. ഇറാനെ പോലുള്ള രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു. മറ്റൊന്ന് വിസ ഓവർസ്റ്റേ ആണ്. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ അനധികൃതമായി തങ്ങുന്നത് കൂടുതലാണ്. ഇത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ട്രംപ് ഭരണകൂടം പറയുന്നു. മറ്റൊരു പ്രശ്നം എന്നത് വിവരങ്ങൾ നൽകാത്തതാണ്. അമേരിക്ക ആവശ്യപ്പെടുന്ന സുരക്ഷാ വിവരങ്ങൾ നൽകാൻ ചില രാജ്യങ്ങൾ വിസമ്മതിക്കുന്നു എന്നതും ഒരു കാരണമായി നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ ആദ്യ യാത്രാ വിലക്കുകൾ കോടതിയിൽ വലിയ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ തന്റെ പ്രസിഡൻഷ്യൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ സുരക്ഷ മുൻനിർത്തി ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ ഈ പുതിയ നീക്കത്തിന് ട്രംപിന് ധൈര്യം നൽകിയിട്ടുണ്ടെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തലും. പക്ഷെ ട്രംപിന്റെ ഈ പുതിയ നീക്കത്തിനെതിരെ ശരിക്കും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ കുടിയേറ്റാവകാശ പ്രവർത്തകരും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയുണ്ടായി. ഇതൊരു വംശീയ വിവേചനമാണെന്നും മനുഷ്യത്വരഹിതമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യുദ്ധവും ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം കഷ്ടപ്പെടുന്ന നിരപരാധികളായ ആളുകളെ ഇത് കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ യാത്രാവിലക്ക് ഈ 12 രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് നേരിട്ട് ബാധിക്കുക. അമേരിക്കയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനും ഇത് വലിയ തടസ്സങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. നയതന്ത്ര തലത്തിലും അതുപോലെ ഇത് ചില പ്രശ്നങ്ങൾ വഴിവെക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ഔദ്യോഗികമായി പറയപ്പെടുന്നത്. പക്ഷെ ഇത് രാഷ്ട്രീയമായും അതുപോലെ സാമൂഹികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒപ്പം മനുഷ്യത്വപരമായ ധാരാളം ചോദ്യങ്ങളും ഈ നീക്കം ഉയർത്തുന്നുണ്ട്. ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കായിരിക്കും വഴിവെക്കാൻ പോകുന്നത്. വീണ്ടും യാത്രാവിലക്കുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര നിരോധിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളതും. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ സ്ക്രീനിങ്ങിലും സൂക്ഷ്മ പരിശോധനയിലും പോരായ്മയുള്ളവരാണെന്നും യുഎസിന് വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അധികാരത്തിലെത്തിയ ശേഷം ഇത് 2ാം പ്രാവശ്യമാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് യാത്രാവിലക്കുമായി രംഗത്ത് വരുന്നതും. ഉയർന്ന വിസ ഓവർസ്റ്റേ നിരക്കുകളോ യുഎസ് നിയമനിർവഹണ ഏജൻസികളുമായിട്ടുള്ള സഹകരണത്തിലെ അപര്യാപ്തതകളോ കാരണം B1, B2, F, MJ വിഭാഗങ്ങൾ പോലുള്ള കുടിയേറ്റതര വിസകളിലെ പരിമിതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും മറ്റൊരു പ്രധാന കാര്യമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ട്രംപ് ശ്രമം തുടങ്ങി എന്നുള്ളതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സുരക്ഷിതമായും വിശ്വസനീയമായും അതുപോലെ പരിശോധനയും നിരീക്ഷണവും നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തിൽ നിന്നും തുറന്ന കുടിയേറ്റം നമുക്ക് അനുവദിക്കാൻ ഒരിക്കലും കഴിയില്ല.
അതിനാലാണ് ഇന്ന് ഞാൻ യമൻ, സൊമാലിയ, ഹെയ്ത്തി, ലിബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു.